ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ഏറെ പുതുമയാർന്ന മറ്റൊരു റൗണ്ടുമായി എത്തുന്നു. ഏതൊരു പെർഫോമൻസ് എടുത്താലും കുറച്ചൊക്കെ ഇംപ്രവൈസേഷൻ ചെയ്ത് അവതരിപ്പിക്കുന്നവരാണ് നിലവിലെ സ്റ്റാർ സിംഗർ മത്സരാർത്ഥികൾക്കായി പുതിയ ഇംപ്രവൈസേഷൻ സാധ്യതകൾ കണ്ടെത്തുന്നതിൽ മെൻറ്റേഴ്സും ഒട്ടും പിന്നിലല്ല. ഇവർക്ക് മുന്നിലേക്ക് വമ്പൻ അവസരങ്ങളുടെ ഒരു ഇംപ്രവൈസേഷൻ റൗണ്ട് എത്തുന്നു. തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്യാൻ മത്സരാർത്ഥികളുടെ കഴിവിനെ അളക്കാൻ ഒരു റൗണ്ട്. ഈ റൗണ്ട് 2 എപ്പിസോഡുകളിലായി പൂർത്തിയാക്കും. ഏപ്രിൽ 11 ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത 73-ാം എപ്പിസോഡിൽ നടന്ന പെർഫോമൻസുകൾ ഇങ്ങനെ. ടോസ് നേടിയതും ആദ്യ പെർഫോമൻസ് ചെയ്തതും കോൺവെന്റ് സ്കൂളായിരുന്നു. കോൺവെന്റ് സ്കൂളിൻ്റെ 3 പെർഫോമൻസുകളും ഗുരുകുലത്തിൻ്റെ 2 പെർഫോമൻസുകളും ഈ എപ്പിസോഡിൽ ഉൾപ്പെട്ടിരുന്നു. ഈ എപ്പിസോഡിൽ 2 ഗോൾഡൻ സ്റ്റാറുകളാണ് കോൺവെന്റ് സ്കൂൾ നേടിയത്. കൃഷ്ണശ്രീയും ശിവപ്രിയ സുരേഷും ഈ എപ്പിസോഡിൽ 100 മാർക്ക് വീതം നേടി ഗോൾഡൻ സ്റ്റാർ നേടി. കോൺവെന്റിലെ തന്നെ ദിൽരാജ് ഗോപി 99.5 മാർക്ക് നേടി. ഗുരുകുലത്തിൽ നിന്ന് തീർത്ഥാസത്യൻ 99.5 മാർക്കും വിധുരാജ് 99 മാർക്കും നേടി. ലോകസമാധാനത്തിനു വേണ്ടി യുദ്ധങ്ങൾക്കെതിരെ സ്റ്റാർ സിംഗറിലെ എല്ലാ മത്സരാർത്ഥികളും ഒന്നിച്ച് ഒരു ഗാനം സമർപ്പിച്ചു. എല്ലാവരും വെള്ള കോസ്റ്റ്യൂമിലെത്തിയായിരുന്നു ഈ ഗാനം പെർഫോം ചെയ്തത്. ഇതേ എപ്പിസോഡിൽ ദിൽരാജ് ഗോപിയുടെ വിവിധങ്ങളായ കഴിവുകളും മറ്റ് സ്റ്റാർ സിംഗർ ടീം അംഗങ്ങൾക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനങ്ങളും ഒക്കെ പരിഗണിച്ച് ചിത്രചേച്ചി ദിൽരാജിന് ഒരു സമ്മാനം നൽകി. സ്വന്തം കയ്യൊപ്പോടുകൂടിയ ഒരു ഗിത്താറായിരുന്നു അത്. ഏറെ നല്ല പെർഫോമൻസുകളും മനോഹരമായ നിമിഷങ്ങളുമുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ് ഏത് എന്ന് കമൻറ്റ് ചെയ്യൂ.